എറണാകുളത്തെ ലോക്സഭാ സീറ്റിൽ CPMന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഏവരും ഞെട്ടിയിരിക്കുകയാണ് എന്ന് പറയാം. മുൻപൊക്കെ പല തിരഞ്ഞെടുപ്പുകളിലും CPMന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടിക്ക് പുറത്തുനിന്നുള്ള വ്യക്തിയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെയാണ് തിരഞ്ഞെടുപ്പിനായി മുന്നിട്ടിറക്കുന്നത്. നിലവിൽ പറഞ്ഞു കേട്ടിരുന്ന എല്ലാ പേരുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ സ്ഥാനാർത്ഥിയുടെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തവണ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ഇതൊരു പരീക്ഷണം എന്ന പോലെയാണ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഇത്തവണ നിർത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു പരീക്ഷണം വിജയം കാണുമോ എന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ജനങ്ങൾക്ക് അത്ര സുപരിചിതയല്ലാത്ത, മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കാത്ത ഒരു വ്യക്തിയാണ് KJ ഷൈൻ. KJ ഷൈനാണ് ഇത്തവണത്തെ CPMന്റെ സ്ഥാനാർത്ഥി. CPMന്റെ സ്ഥാനാർത്ഥിയായി KJ ഷൈനാണ് കളത്തിലിറങ്ങുന്നത് എന്നറിഞ്ഞതു മുതൽ ആരാണ് ഈ KJ ഷൈൻ എന്ന ചോദ്യങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. KJ ഷൈൻ ഒരു അധ്യാപികയാണ്. പാർട്ടിയിലും എറണാകുളം ജില്ലയ്ക്ക് പുറത്തും വലിയ തോതിൽ അറിയപ്പെടാത്തൊരു വ്യക്തിയാണ് KJ ഷൈൻ. എന്നാൽ അതേസമയം തൻ്റെ തട്ടകമായ വടക്കൻ പറവൂർ മേഖലയിൽ പാർട്ടിയുടെ സജീവ സാന്നിധ്യവുമാണ് ഷൈൻ എന്ന് തന്നെ പറയാം. KJ ഷൈൻ ഒരു മികച്ച പ്രാസംഗിക കൂടിയാണ്. ഇവർ ഡെപ്യൂട്ടേഷനിൽ സമഗ്ര ശിക്ഷ കേരളയിൽ ട്രെയിനിയായി ജോലി ചെയ്യുകയാണിപ്പോൾ. കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള വൈപ്പിൻ പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ UP വിഭാഗം അധ്യാപികയായിരിക്കെയാണ് ഡെപ്യൂട്ടേഷനിൽ പോയത്. CPM പറവൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ ഷൈൻ കോട്ടപ്പുറം രൂപതയിലെ KCSL KCYM സംഘടനാ പ്രവർത്തകയുമായിരുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഷൈൻ നിലവിൽ KSAയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പറവൂർ നഗരസഭയിൽ തുടർച്ചയായി 3 വട്ടം വിജയിച്ച ഷൈൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കൂടിയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ, അതുപോലെ തന്നെ എറണാകുളത്തിന് പുറത്തേക്കൊക്കെ അധികം അറിയപ്പെടാത്ത ഒരു വ്യക്തി തന്നെയാണ് KJ ഷൈൻ. മാത്രമല്ല, മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിലും KJ ഷൈൻ അത്ര മുൻപന്തിയിലൊന്നും അല്ല. സ്ഥാനാർത്ഥിയുടെ നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലേക്ക് തുടക്കം മുതൽക്കേ കേൾക്കുന്ന ഒരു പേരായിരുന്നു KJ ഷൈൻ്റെ. അപ്പോൾ മുതലേ KJ ഷൈൻ എന്ന പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ്. ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിലെ 2 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ എറണാകുളത്ത് നിന്നാണെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ KJ ഷൈൻ്റെ പേര് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്ന മറ്റു പല പേരുകളിലും ഒന്നെന്ന് പറയുന്നത് KV തോമസിന്റെ മകളായ രേഖ തോമസിന്റെ പേരായിരുന്നു. അങ്ങനെ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ തീരുമാനമെടുക്കുകയായിരുന്നു KJ ഷൈനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത്. അങ്ങനെ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. KJ ഷൈൻ്റെ പ്രത്യേകത എന്തെന്നാൽ ലാറ്റിൻ വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണ് KJ ഷൈൻ. ഇതിലൂടെ സാമുദായിക വോട്ടുകൾ ശേഖരിക്കാൻ സാധിക്കുമെന്നത് ഒരു വലിയ ഘടകമാണ്. മുൻപ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണയാണ്. അണികളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അതൃപ്തി ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ CPM മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുന്നത്. KJ ഷൈനെ സംബന്ധിച്ചിടത്തോളം മുൻപ് പറഞ്ഞതുപോലെ ലാറ്റിൻ വിഭാഗത്തിൽ നിന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ടും അവിടെ സമുദായവും അതുപോലെ തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന പരിഗണനയും ഒക്കെ തന്നെ KJ ഷൈന് അനുകൂലമായി നിൽക്കുന്നുണ്ട്. KJ ഷൈനെ സംബന്ധിച്ചിടത്തോളം അത്ര സുപരിചിതയല്ല എന്ന് പറയുമ്പോഴും തൻ്റെതായ പ്രവർത്തന മികവ് കാട്ടി തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് KJ ഷൈൻ. സമുദായ സമവാക്യങ്ങൾ, രാഷ്ട്രീയ ബന്ധം, അതുപോലെ തന്നെ പ്രവർത്തന മികവ്, ഇവയെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം, ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുതിർന്നത്. എന്തായാലും പാർട്ടിയുടെ CPMന്റെ ഈ ഒരു തീരുമാനം അണികളെല്ലാവരും തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. KJ ഷൈനെ സംബന്ധിച്ചിടത്തോളം UDFന് മേൽക്കൈയുള്ള സ്ഥലത്തു നിന്നാണ് അവർ ജയിച്ചു വന്നത് എന്നുള്ള വിലയിരുത്തലുകളൊക്കെ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും KJ ഷൈന് അനുകൂലമായൊരു വസ്തുത തന്നെയാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വിജയം മാത്രമല്ല, വോട്ടും പാർട്ടിക്ക് പ്രധാനപ്പെട്ടതാണ്. ഒരു ദേശീയ പാർട്ടി എന്ന ആ ഒരു അംഗീകാരം നിലനിർത്താനായി വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ട് നേടുക എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തായാലും മുൻപ് പറഞ്ഞതുപോലെ UDFന് മേൽക്കൈയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ജയിച്ചു വന്നതുകൊണ്ട് തന്നെ എറണാകുളം പോലെ UDF അനുഭാവമുള്ള അല്ലെങ്കിൽ UDF കോട്ടയായ എറണാകുളത്ത് KJ ഷൈനെ നിർത്തുന്നത് വിജയം കാണുമോ എന്നത് കണ്ടറിയണം. അതുപോലെ തന്നെ വലതുപക്ഷത്തു നിന്നും മാറി ഇടതുപക്ഷത്തേക്ക് എത്തിയ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KV തോമസിന്റെ മാറ്റം
അത് ഗുണം ചെയ്യുമോ എന്നതും ഈ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും സമുദായത്തിലുള്ള സ്വാധീനവും അതുപോലെ തന്നെ രാഷ്ട്രീയ മികവും പ്രവർത്തന മികവും ഒക്കെ നോക്കിക്കൊണ്ട് തിരഞ്ഞെടുത്ത ഒരു വനിതാ സ്ഥാനാർത്ഥി ഇത്തവണ മികവ് കാട്ടുമോ എന്നത് കണ്ടറിയാം.